എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഇതെങ്ങനെയാണ് ഈ വി ഡി സതീശന്റെ ആളാണ് പോറ്റി എന്നുള്ളത് നിങ്ങളുടെ മുന്നിൽ ലഭ്യമായ തെളിവെന്താ? അത് വെറുതെ സതീശൻ ഇറങ്ങി തിരിച്ചതല്ല, അത് കൃത്യമായിട്ടും സതീശന്റെ ബോംബ് പൊട്ടിക്കലായിരുന്നു എന്ന വിവരം ഞങ്ങൾക്കുണ്ട്. ശരി, ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത്. ഇത് കൃത്യമായ ഗൂഢാലോചനയുടെ ഭാഗമാണ്. അയ്യന്റെ മോനെ, അതിന്റെ ഭാഗമായിട്ട് പോറ്റിയെ വിശുദ്ധനാക്കുകയാണ് ചെയ്തത്. എന്നിട്ടോ പോറ്റിക്ക് ബ്രേക്ക് ചെയ്യാനൊരു സൗകര്യം ചെയ്തു കൊടുത്തു ഒരു ചാനലില്. അതാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ചാനല്. നോർമൽ അല്ലേ? പോറ്റി പറഞ്ഞതെല്ലാം വേദവാക്യമാക്കി സർക്കാരിനും ദേവസ്വം ബോർഡിനുമെതിരായി ഇറങ്ങി സതീശൻ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കട്ടതൊക്കെ ഏത് സർക്കാരിന്റെ കാലത്തെ ശബരിമലയിലാണ് ശ്രീ അനിൽകുമാർ? UDF ആണോ ഭരിക്കുന്നത്? ദേവസ്വം മന്ത്രി UDF ആണോ? ദേവസ്വം ബോർഡ് UDF-ന്റേതാണോ? എന്റെ അണ്ണാക്കിലെ പിരിവെട്ടിയ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നിയോഗിക്കപ്പെട്ട പ്രയാർ ഗോപാലകൃഷ്ണൻ കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിനോടൊപ്പം പോറ്റി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ അവതരിപ്പിച്ച അവതാരമല്ല. അതിന്റെ കല്ലിടലിന്റെ അവകാശവാദത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന് മാറി നിൽക്കേണ്ട കാര്യമില്ല. അന്നൊക്കെ സ്ഥലം പോറ്റി 2014 മുതൽ വിവിധ കാര്യങ്ങളുടെ സ്പോൺസറായിട്ട് അവിടെ കൂടിയിട്ടുണ്ട്. അങ്ങനെ കൂടിയ പോറ്റി 2014 മുതൽ അവിടെ ഉണ്ടായിരുന്ന പോറ്റി പല കാര്യങ്ങളും സ്പോൺസർ ചെയ്തു. അവിടെ ഏതാണ്ട് ഭക്ഷണം കൊടുക്കുന്നതൊക്കെ അയാൾ സ്പോൺസർ ചെയ്തു. അതൊക്കെ LDF കാലത്തല്ല, UDF കാലത്താണ്. ക്ലാഡ് ചെയ്യുമ്പോൾ ആവശ്യമായ സ്വർണത്തിന്റെ വളരെ കുറച്ചു മതി പൂശാൻ. ഈ വ്യത്യാസം ഉപയോഗിച്ച് എങ്ങനെയാണ് വിജയമല്യയുടെ കാലത്ത് അവിടെ അതിൽ പതിച്ചിരുന്ന സ്വർണം തട്ടിയെടുക്കുക എന്നതാണ് പോറ്റി ആലോചിച്ചത്. പോറ്റിയുടെ ക്രിമിനൽ ബുദ്ധിക്ക് ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിന്നിട്ടുണ്ട്. അതിന്റെ അദ്ദേഹം അവിടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ശ്രീ A. പത്മകുമാർ, CPM-ന്റെ മുതിർന്ന നേതാക്കളിൽ ഒരാൾ പറഞ്ഞത് ഇതേ വ്യക്തിയല്ലേ പറഞ്ഞത്? അവിടെ വിജയമല്യ എന്തെങ്കിലും പൂശായിട്ടൊന്നും വലിയ അറിവില്ല, പൂശിയെന്ന് പറയപ്പെടുന്നു, ഞാൻ നോക്കുമ്പോൾ അത് മുഴുവൻ കറുത്തിരിക്കുകയാണെന്ന് പറഞ്ഞത് ഇതേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ലേ? LDF-ന്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഇവൻ ശരിയല്ല. അപ്പോ ഈ ഉമ്മൻചാണ്ടി കാലത്ത് നുഴഞ്ഞു കയറിയ ഒരാൾ LDF-ന്റെ കാലത്ത് LDF നിയോഗിച്ച രാഷ്ട്രീയ തീരുമാനമായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒക്കെ പൊളിറ്റിക്കൽ നിയമനമല്ലേ, രാഷ്ട്രീയക്കാരല്ലേ, അവരെയൊക്കെ സ്വാധീനിച്ച് നടപ്പാക്കി എന്ന് പറഞ്ഞാൽ പിന്നെ ആ ബോർഡ്, ഇത് താങ്കൾക്ക് പറയാൻ സത്യം പറഞ്ഞാൽ ലജ്ജയില്ലേ? അപ്പോ ഞങ്ങൾ ലജ്ജിക്കേണ്ട ഒരു കാര്യവും കേരളത്തിലില്ല. ഇയാൾക്ക് തലയ്ക്കെന്താ തകരാറാണ് മേഡം? ഇല്ലെന്ന് മാത്രമല്ല, നിങ്ങളെപ്പോലുള്ളവർ ഞങ്ങൾക്കെതിരെ എല്ലാ വ്യാജങ്ങളും ഉണ്ടായിട്ടും ഞങ്ങൾ ലജ്ജിക്കുകയല്ല ചെയ്തത്, തല ഉയർത്തിപ്പിടിക്കുക ചെയ്തത് ഓരോരോ കാര്യങ്ങളിലും. പിണറായി വിജയന്റെ മകളുടെ പേരിൽ മാസപ്പടി ആരോപണം ഉന്നയിച്ചപ്പോഴും ഇപ്പോൾ മകന്റെ പേരിൽ ED കേസുണ്ടെന്ന് ആരോപണം ഉന്നയിക്കുമ്പോഴുമെല്ലാം സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന ബൈബിൾ വാചകം ഞാൻ ആവർത്തിച്ച് പറയുന്നു. ഞങ്ങളെ സ്വതന്ത്രരാക്കുന്ന സത്യമാണ്. അതുകൊണ്ട് തന്നെ ആ സത്യത്തിന്റെ കാമ്പുള്ള ഞങ്ങളുടെ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ ജനങ്ങളുടെ മുന്നാകെ അഭിമാനത്തോടെ ഈ വിഷയത്തിലും രാഷ്ട്രീയമായ മറുപടി പറയും. ഒന്നാമത്തെ മറുപടി, കള്ളന്മാർ ജയിലിലാകും. ഇത്തവണ ഇത് കൊണ്ടുപോയപ്പോൾ സ്വർണത്തിന്റെ തൂക്കം വർദ്ധിച്ചു എന്ന് ഇന്നവിടെ സ്ഥാപിക്കപ്പെട്ട ദ്വാരപാലക ശില്പങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തവണ എന്ത് സംഭവിച്ചു? ഇത്തവണ സംഭവിച്ചത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി വിജിലൻസ് ഉൾപ്പെടെ അത് അഴിച്ചെടുത്ത് തൂക്കം നോക്കി അളവെടുത്ത് കൃത്യമായി ഉദ്യോഗസ്ഥന്മാരുടെ കാവലിൽ കൊണ്ടുപോയി അത് പൂശി തിരിച്ചു കൊണ്ടുവന്നപ്പോൾ തൂക്കം വർദ്ധിച്ചു. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയും. 40 കൊല്ലത്തേക്ക് അത് അതുപോലെ പരിപാലിക്കാൻ ബാധ്യസ്ഥമായ സ്ഥാപനത്തിന് അത് ശരിയാവണ്ണം സംരക്ഷിച്ച് തിരിച്ചു തരാൻ ബാധ്യതയുണ്ടായിരുന്നു. ആ ബാധ്യത അവരെ കൊണ്ട് നിർവഹിപ്പിച്ചു. അതിനപ്പുറം ഒരു പോറ്റിക്കും ഇത്തവണത്തെ കാര്യത്തിൽ ഇടപെടലില്ല. ഈ പറയുന്ന ദ്വാരപാലക ശില്പങ്ങളിൽ ചോദ്യമുണ്ട് ശ്രീ നിലവിലെ ബോർഡ് അത് ചെയ്തു, ശരിയാണ്, കൊടുത്തുവിട്ടില്ല. അപ്പൊ മുമ്പത്തെ ബോർഡ് അഴിഞ്ഞാട്ടത്തിന് അവസരം കൊടുത്തു കൂടെയാണ് അതിന്റെ അർത്ഥം കേട്ടോ. അങ്ങനെ പറയരുത്, പിന്നെ എങ്ങനെ പറയണം? ഞാൻ 2025 ഇന്നത്തെ ദേവസ്വം മന്ത്രിയും ഇന്നത്തെ ദേവസ്വം പ്രസിഡന്റും രാജിവെക്കണം എന്ന് പറയുന്നതിൽ എന്ത്? അവിടെ സ്ഥാപിക്കപ്പെട്ട ദേവന് മുന്നിൽ സ്ഥാപിക്കപ്പെട്ട ശില്പങ്ങളിൽ സ്വർണത്തിന്റെ അളവ് വർദ്ധിച്ചതുകൊണ്ട് രാജിവെക്കണം. ആ വാദം എനിക്ക് മനസ്സിലായില്ല. പക്ഷെ 2019 ദേവസ്വം ബോർഡിന്റെ ഉത്തരവിൽ കാണുന്നത് ഉദ്യോഗസ്ഥന്മാരാണ് നിർവഹിക്കേണ്ടത്.
പോറ്റിക്ക് ഒറ്റയ്ക്ക് കൊടുത്തുവിടാനല്ല ദേവസ്വം ബോർഡിന്റെ തീരുമാനം. ആ തീരുമാനത്തെ സ്വർണം ചെമ്പായതോ? ദേവസ്വം ഇപ്പൊ ഈ 2025 എന്താ കൊണ്ടുപോയത്? സ്വർണം പൂശിയ ചെമ്പുപാളിയാണ് കൊണ്ടുപോയത്. ചെമ്പ് മാത്രമല്ല കൊണ്ടുപോയത്, സ്വർണം മാത്രമല്ല കൊണ്ടുപോയത്, സ്വർണം പൂശിയ ചെമ്പുപാളിയാണ് ഇത്തവണ കൊണ്ടുപോയത്. ആണോ? തൂക്കം കൂടി മടങ്ങി വന്നതോ? ചെമ്പുപാളി അല്ല മടങ്ങി വന്നത്, സ്വർണം പാളി അല്ല മടങ്ങി വന്നത്, സ്വർണം പൂശി തൂക്കം കൂടിയ ചെമ്പുപാളിയാണ് മടങ്ങി വന്നത്. അതിനർത്ഥം എന്താണ്? എന്താണോ കൊണ്ടുപോയത് ആ മുതൽ അതുപോലെ കൊണ്ടുവരണം. ആര് കൊണ്ടുപോയി കൊണ്ടുവരണം? ചോദ്യം. തിരുവാഭരണ കമ്മീഷണർ അവരവരുടെ ചുമതല നിർവഹിച്ചിട്ടില്ല. ഈസി ആയല്ലോ. അപ്പൊ എല്ലാം ഈസി ആയല്ലോ. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ച് ഏറെക്കുറെ നല്ല സർട്ടിഫിക്കറ്റ്, അവിടെ അത് സ്വർണ്ണമാണെന്ന് അദ്ദേഹം വിശ്വാസമില്ല. കാരണം അദ്ദേഹത്തിന്റെ കാലത്ത് അടിച്ചുകൊണ്ട് പോയതാണ്. അപ്പോൾ അതിൽ സ്വർണ്ണമില്ലെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം പറയുന്നത് ഇതിൽ സ്വർണ്ണം ഉണ്ടെന്ന് കരുതുന്നില്ല. പോറ്റി അല്ല എന്താണ് വിജയ് മല്യ പതിപ്പിച്ചു എന്ന് പറയുന്നു എന്നൊക്കെയാണ് അന്ന് പറഞ്ഞത്. വിറ്റാണ് ആള്, ഭയങ്കര വിറ്റാണ്. ശ്രീ BR ഷഫീർ, ഇപ്പോൾ VD സതീശനാണ് ഈ പറഞ്ഞ പോറ്റിയുടെ സ്പോൺസർ എന്നാണ് ശ്രീ അനിൽകുമാർ പറഞ്ഞത്. എന്തായാലും കഴിഞ്ഞ കുറെ കാലമായിട്ട് അതിൽ സ്വർണം പൂശിയതല്ലെന്നേ, അതെല്ലാം ചെമ്പുപാളി ആയിരുന്നേ, മഹസറിൽ കൃത്യമായിട്ടാണ് എഴുതിയെന്നേ, ഒരാൾക്കും മഹസർ തെറ്റിയിട്ടില്ലെന്നേ എന്ന് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ന്യായീകരിച്ച ആളിന്റെ പേര് അനിൽകുമാർ എന്നാണ്. ഇയാൾ എന്തിനെ ന്യായീകരിക്കും? ശബരിമല കട്ടുപിടിച്ചവരാ. എന്നിട്ട് വന്നിരുന്നിട്ട് പറയാണ് VD സതീശന്റെ ആളല്ലേ ഉണ്ണികൃഷ്ണൻ. പിന്നെ VD സതീശന്റെ ആളാണ് ഉണ്ണികൃഷ്ണൻ എന്നെങ്കിൽ ഈ അനിൽകുമാറും നിങ്ങളുടെ തലതൊട്ടപ്പനായ പിണറായി വിജയനും നിങ്ങളുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും കൂടി നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ശ്രീ അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ മുമ്പിലാണ് ഇരുന്ന കട്ടളയും യോഗദണ്ഡും ആലിലയും സകലതും അടിച്ചു കൊണ്ടുപോയിട്ട് വന്നിരുന്ന് ന്യായീകരിക്കാണ്. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? ഉദ്യോഗസ്ഥന് ചെയ്തതല്ലേ, ഞങ്ങളെന്ത് പിഴച്ചു? പിന്നെ നിങ്ങളെന്ത് കാണാനായിട്ടിരിക്കുന്നത്? നിങ്ങൾക്ക് എന്തിനാ ദേവസ്വം ബോർഡ്? ദേവസ്വം വകുപ്പ് എന്ന് പറയുന്നത് വകുപ്പ് എന്തിനാ? അതിനെന്തിനാ ഒരു മന്ത്രി? അതിപ്പോ അങ്ങനെയൊന്നും ശബരിമല അയ്യപ്പനെ കിട്ടുമെങ്കിൽ അതും കട്ടുകൊണ്ടു പോയനെ. ഒരു വിഷയം 1.5 മാസത്തോളം നീണ്ടുപോകുമ്പോ ഈ അനിൽകുമാറിനെ പോലെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ഒരു സൗകര്യം, ഇതിന്റെ തുടക്കം ഒരുപക്ഷെ ആളുകൾ മറന്നുപോയിരിക്കും എന്നുള്ളതാണ്. ആദ്യത്തെ ദിവസം ഈ വിഷയത്തിൽ ചർച്ചയിൽ ഇരുന്നിട്ടുള്ള ആളാണ് ഞാൻ. അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ സംശയം ഉന്നയിച്ചുകൊണ്ട് ഞാൻ ആ ചർച്ചയിൽ സംസാരിക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത്. എന്താ ഉറക്കം വരുന്നു? അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു സ്പോൺസർ ആയിട്ടുള്ള ആളാണ്, ശബരിമലയിലേക്ക് സ്വർണം പൂശാൻ സ്വന്തം രീതിയിൽ സ്വർണം സമാഹരിച്ചു കൊണ്ടുവന്നിട്ടുള്ള ആളാണ്, അദ്ദേഹത്തെ അനാവശ്യമായിട്ട് സംശയത്തിന്റെ മുനയിൽ നിർത്തേണ്ട ആവശ്യമില്ല, ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കട്ടെ എന്നാണ്. ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം. ഇപ്പൊ ഇടദോഷം പറയുന്നത് എന്താണ്? അതായത് ശബരിമലയിൽ നിലനിൽക്കുന്ന സംവിധാനത്തെ അട്ടിമറിക്കാൻ വേണ്ടി പ്രതിപക്ഷ കക്ഷികൾ എല്ലാവരും കൂടി ഗൂഢാലോചന ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു ആരോപണത്തോട് കൂടിയിട്ടാണ് ഈ വിഷയം തുടങ്ങുന്നത് എന്നുള്ളതാണ്. ഇത് ആളുകൾ തുടക്കം മറന്നു പോകുന്നുള്ള പ്രതീക്ഷയിൽ ഇവർ പറയാണ്. നോക്കൂ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആരോപണത്തിൽ നിന്നല്ല ഈ വിഷയം തുടങ്ങുന്നത്. തന്നെയല്ല, പീഠങ്ങൾ കാണുന്നില്ലെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് ദേവസ്വം ബോർഡിനെ രക്ഷിക്കാനാണ്, ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള പിടിപ്പുകേടിനെ ന്യായീകരിക്കാനാണ്. എല്ലാം കയ്യിൽ നിന്ന് പോവാ. കാരണം എന്താ, ഇവിടെ കോടതിയുടെ അനുമതി ഇല്ലാതെ രണ്ടാമതും 2025 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ദേവസ്വം ബോർഡ് അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്. ഈ പറയുന്ന ദ്വാരപാലക ശില്പങ്ങൾ ഒന്നും കൂടി സ്വർണം പ്ലേറ്റ് ചെയ്യാൻ അങ്ങേക്ക് സഹായിക്കാൻ സാധിക്കുമോ? ഈ സ്വർണം പണ്ട് കട്ടുകൊണ്ടുപോയിട്ടുള്ള അതേ ഉണ്ണികൃഷ്ണൻ പോറ്റിനെ. അതിനിപ്പോ ന്യായീകരണമായിട്ട് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലാണ് വാറന്റി കാർഡ് ഉള്ളത്, അതുകൊണ്ട് അദ്ദേഹത്തിന് അത് സമീപിക്കാൻ പറ്റുന്നതാണ്. ആ കാര്യം വിജിലൻസ് അന്വേഷണത്തിൽ തെറ്റാൻ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. വാറന്റി കാർഡ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് സ്വർണം കൊടുത്തിട്ടുള്ള ഗോവർദ്ധനൻ എന്ന് പറയുന്ന ആളുടെ പേരിലാണ്. ഇവിടെ ഇത്രയും വലിയ സ്വർണത്തിന്റെ നഷ്ടമുണ്ടായത് ഈ സംവിധാനം അറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനത്തിന് ദേവന്റെ സ്വത്തിന്റെയും മഹകളുടെയും സംരക്ഷകനായി, കസ്റ്റോഡിയനായി, മാനേജറായി തുടരാൻ എന്ത് ധാർമ്മികാധികാരമാണുള്ളത്? ഈ സംവിധാനത്തെ മുഴുവൻ നയിക്കുന്ന ആളുകൾക്ക് ആ സ്ഥാനത്തിരിക്കാൻ എന്ത് അധികാരമല്ലേ? അത് പിന്നെ ഒരു കാര്യം, ഇദ്ദേഹം സ്വർണം കൂടി എന്ന് പറയുമ്പോൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ നിയോഗിച്ചിട്ടുള്ള സെക്യൂരിറ്റി ആൻഡ് വിജിലൻസ് സ്പെഷ്യൽ ഓഫീസർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൽ ശബരിമലയിലെ സ്വർണം നഷ്ടപ്പെട്ടതിന്റെ കണക്കുകൾ പറയുന്നുണ്ട്. ഈശ്വര, ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല.
അതിൽ ഈ ദ്വാരപാലക ശില്പത്തിൽ നിന്ന് മാത്രമല്ല സ്വർണം നഷ്ടപ്പെട്ടത്. ദ്വാരപാലക ശില്പത്തിന്റെ തെക്കും പടിഞ്ഞാറും ഭാഗത്തായി നിന്നിരുന്ന കട്ടിള പടികളിൽ നിന്ന് സ്വർണം എക്സ്ട്രാക്ട് ചെയ്തതിനെ പറ്റി പറയുന്നുണ്ട്. ശബരിമലയുടെ ശ്രീകോവിലിന്റെ വാതില് അത് എവിടെയാണ് പോയതെന്നതിനെ പറ്റിയിട്ട് ഒരു കണക്കുമില്ല. ഇതൊരു നടക്ക് പോണ മാതിരില്ല. ഇത്രയും സമയം ഇയാൾക്ക് തെളിവ് നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും എല്ലാ തരത്തിലുള്ള കള്ളക്കളികൾ നടത്താനുള്ള സമയം ബഹുമാനപ്പെട്ട ഈ പിണറായി വിജയന്റെ ഗവൺമെന്റ് അനുവദിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതും നമ്മൾ കാണേണ്ട ഒരു കാര്യം. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.